നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിൽ ഭരണമാറ്റമുണ്ടായതും BJP നേതാവ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ അവിടെ മന്ത്രിസഭ രൂപീകരിച്ചതും ഒക്കെ ഈ കഴിഞ്ഞുപോയ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ആ വാർത്തകളെല്ലാം നമ്മൾ കണ്ടു. എന്നാൽ പശ്ചിമ ബംഗാളിൽ നിന്ന് നമ്മൾ കാണാത്ത, നമ്മൾ അറിയാത്ത ചില വാർത്തകളുണ്ട്. മറ്റൊന്നുമല്ല, അവിടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തുടർച്ചയായി നടത്തിവരുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മുൻ മന്ത്രി, തൃണമൂൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ, മുൻ മന്ത്രിമാർ എന്ന് പറയുന്നതാവും ശരി, അവരൊക്കെ ഒന്നിനു പിറകെ ഒന്നായി അറസ്റ്റിലാകുന്നു, റിമാൻഡിലാകുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കൾ വരെ ഇത്തരം അഴിമതി കേസുകളിൽ പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസിൻ്റെ ഓഫീസുകൾ റെയ്ഡ് ചെയ്ത് നൂറുകണക്കിന് കോടി രൂപയാണ് കണ്ടെടുത്തിരിക്കുന്നത്. ഇതും ഈ തൃണമൂൽ കോൺഗ്രസ് ഗവൺമെൻറ് നടത്തിയ അഴിമതിയുടെ ആഴം സൂചിപ്പിക്കുന്നു. കേവലം മന്ത്രിമാരുടെയും MLA-മാരുടെയും നേതാക്കളുടെയും വസതികളിൽ മാത്രമല്ല റെയ്ഡ് നടക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഓഫീസുകളിലൊക്കെ റെയ്ഡ് തുടരെ നടന്നു വരികയാണ്. പണം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റുന്നുണ്ട്. EDയുടെ വരവ് എങ്ങനെയൊക്കെയോ മുൻകൂട്ടി മനസ്സിലാക്കി ഇവർ പണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും തുടർച്ചയായുള്ള റെയ്ഡിൻ്റെ ഫലമായിട്ട് നിരവധി MLA-മാർക്കും മന്ത്രിമാർക്കും, മുൻ MLA-മാർക്കും മുൻ മന്ത്രിമാർക്കും എതിരെ ED കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഓഫീസുകൾ റെയ്ഡ് ചെയ്ത് കണ്ടെടുത്ത തുക സർക്കാരിലേക്ക്, ഖജനാവിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. കോടതികളുടെ മേൽനോട്ടത്തിലാണ് ഈ കേസ് അന്വേഷണം നടക്കുന്നത് എന്നുകൂടി എടുത്തു പറയേണ്ടതാണ്. ഈ അന്വേഷണത്തിനെതിരെ EDയുടെ അന്വേഷണം മരവിപ്പിക്കാൻ, അത് നിർത്തിവയ്പ്പിക്കാൻ മമതാ ബാനർജി കൊൽക്കത്ത ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ പടനയിച്ചു. പക്ഷേ ഫലമൊന്നുമുണ്ടായില്ല. കോടതികൾ EDയുടെ അന്വേഷണത്തെ സ്വാഗതം ചെയ്തു. അതുമാത്രമല്ല, അതിനെ തടസ്സപ്പെടുത്താൻ, അത് നിർത്തിവയ്പ്പിക്കാൻ ഒരു കോടതിയും തയ്യാറായില്ല. കാരണം ED സമർപ്പിച്ച പ്രാഥമിക തെളിവുകൾ കോടതി വിശ്വസിച്ചു. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ 2026 എന്ന് പറയുന്ന വർഷം മമതയെയും തൃണമൂലിനെയും സംബന്ധിച്ച് വളരെ നിരാശാജനകവും ദൗർഭാഗ്യകരവുമാണ്. ഈ മമതയ്ക്കും മമതയുടെ കൂട്ടാളികൾക്കും തൃണമൂൽ കോൺഗ്രസ്സിന് മൊത്തത്തിലും കനത്ത തിരിച്ചടിയാണ് 2026 വർഷത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 2024 മുതൽ തന്നെ മമതയുമായി ബന്ധപ്പെട്ട ചില മുതിർന്ന നേതാക്കൾ, അഴിമതിക്ക് ഇടനിലക്കാരായ മുതിർന്ന നേതാക്കൾ, ചില മുതിർന്ന മന്ത്രിമാർ ഒക്കെ EDയുടെ റഡാറിൽ പെടുകയും അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. എന്തിന് പറയുന്നു? മമതയുടെ അനന്തരവൻ, തൃണമൂലിൻ്റെ ഭാവി നേതാവ് അഭിഷേക് ബാനർജിയും ഭാര്യയും അടക്കമുള്ളവർ EDയുടെ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് വിധേയരാകാൻ വേണ്ടിയിട്ട് ഹാജരാകേണ്ടി വന്നു എന്നുള്ളതും മറ്റൊരു വസ്തുത. ഇവിടെ സ്കൂൾ റിക്രൂട്ട്മെൻറ്റ് കേസ്, ഇതാണ് ഏറ്റവും വലിയ അഴിമതിയായിട്ട് ED ചൂണ്ടിക്കാട്ടുന്നത്. ഏതാണ്ട് 700 കോടി രൂപയുടെ അഴിമതി നടന്നു എന്നാണ് പറയുന്നത്. അതിൽ തന്നെ 60 കോടി രൂപ ED കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണമായിട്ടും സ്വർണ്ണാഭരണങ്ങളായിട്ടും ഒക്കെ ഈ പണം മാറ്റി, അതായത് ഈ പണം ഉപയോഗിച്ച് സ്വർണം വാങ്ങുകയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി സൂക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ കേസിൽ വെസ്റ്റ് ബംഗാൾ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, അതായത് വിദ്യാഭ്യാസ മന്ത്രിയും തൃണമൂൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവുമായ പാർത്ഥ ചാറ്റർജിയാണ് പ്രതിയായിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട MLA ആയിരുന്ന ജിവാൻ കൃഷ്ണ സാഹയും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ കേസിലെ ഇടനിലക്കാരൻ സാഹയാണ് എന്ന് ED പറയുന്നു. ED ഇവരുടെ എല്ലാം വസ്തുവകകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്ന് ഇവർക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെ 2020-21 കാലത്ത് കൽക്കരിപ്പാടങ്ങൾ ലേലം ചെയ്തു കൊടുത്ത വകയിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നു. ഏതാണ്ട് 1300 കോടി രൂപ ഈ ലേലത്തിൽ
സർക്കാർ ഖജനാവിന് നഷ്ടം വരുത്തി വയ്ക്കുകയും അഴിമതി നടത്തുകയും ചെയ്തു എന്നാണ് ഇ പറയുന്നത്. അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ കേസിലാണ് മമതയുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയും ഭാര്യയും ഇ മുന്നിൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഹാജരായത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ മുനിസിപ്പൽ റിക്രൂട്ട്മെൻറ്റ് കേസ്, മുനിസിപ്പാലിറ്റിയിലേക്ക് ജീവനക്കാരെ ജോലിക്കെടുത്തതിന് അല്ലെങ്കിൽ ജീവനക്കാർക്ക് നിയമനം കൊടുത്തതുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതി. ഈ അഴിമതി കേസിലാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ സുജിത് ബോസ് അറസ്റ്റിലായിരിക്കുന്നത്. ഈ 2026 ഇത് സംബന്ധിച്ച, അതായത് ഈ കറപ്ഷൻ സംബന്ധിച്ച മുനിസിപ്പൽ ജോബ് റിക്രൂട്ട്മെൻറ്റ്സ് കേസ് എന്നാണ് ഇതിന് പറയുന്നത്. ആ കേസിൽ 2026 മെയ് 11, അതായത് ഏതാണ്ട് 2 ദിവസം മുമ്പ് സുജിത് ബോസിനെ ഇ അറസ്റ്റ് ചെയ്യുകയും കോടതി അയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഈ കേസിൽ ആയാൻ ഷിൽ എന്ന് പറയുന്ന മറ്റൊരു പ്രമുഖ TMC നേതാവ് ഉൾപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹവും താമസിയാതെ ഈ ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റീസ്, അതായത് സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയ കുറ്റത്തിന് അറസ്റ്റിലായി എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. എന്തായാലും അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട അഴിമതി റേഷൻ വിതരണത്തിലാണ്. റേഷൻ വിതരണത്തിലും 1.5 കോടി രൂപയുടെ അൺഅക്കൗണ്ടഡ് ക്യാഷ് അത് കണ്ടെടുത്തു. അതായത് ബാങ്ക് ട്രാൻസാക്ഷൻ കൂടാതെ 1.5 കോടി രൂപയുടെ അക്കൗണ്ടഡ് ട്രാൻസാക്ഷൻ നടന്നു എന്നാണ് ഇ പറയുന്നത്. ഇത് മുൻ മന്ത്രി ജ്യോതിപ്രിയ മാലിക് ആണ് ഈ കേസിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ആൽക്കമിസ്റ്റ് ഗ്രൂപ്പ് കേസ് എന്നൊരു പ്രസിദ്ധമായ കേസുണ്ട്. അതിൽ 10.29 കോടി രൂപയാണ് TMC തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി കൈപ്പറ്റിയിരിക്കുന്നത്. അതായത് ഈ മാർച്ച് 2024 ആൽക്കമിസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നും പണം മണി ലോണ്ടറിങ് കേസായിട്ടാണ് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 10.29 കോടി രൂപ ഇവർ വാങ്ങി എന്നുള്ളതാണ് ചെയ്തിരിക്കുന്ന കൃത്യം. ഇതിന് കൃത്യമായ വിശദീകരണം നൽകാൻ തൃണമൂൽ കോൺഗ്രസ്സിന് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ മറ്റ് നിരവധി അഴിമതി കേസുകളുണ്ട്. അതിലെല്ലാം കൂടി 14.28 കോടി രൂപ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കളുടെ കയ്യിൽ നിന്ന്, അതായത് ഷെയ്ഖ് ഷാജഹാൻ പോലെയുള്ള നേതാക്കളുടെ കയ്യിൽ നിന്ന് 2024 തന്നെ ഇ റെയ്ഡ് ചെയ്ത് കണ്ടെത്തിയിരുന്നു. ഇങ്ങനെ നിരവധി കേസുകൾ. ഒന്ന് 700 കോടി രൂപയാണെങ്കിൽ ഒന്ന് 1300 കോടി രൂപയാണ്. അതുപോലെ ചെറിയ തുകകൾ 10 കോടി, ഇത് വെച്ച് നോക്കുമ്പോൾ ചെറിയ തുക 10 കോടിയും 14 കോടിയും ഒക്കെ അഴിമതിയുടെ ഭാഗമായി ഇ കണ്ടെടുത്തിരിക്കുന്നു. അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഓഫീസുകളിൽ നിന്നും മുതിർന്ന നേതാക്കളുടെ വസതികളിൽ നിന്നുമാണ്, അല്ലെങ്കിൽ മുൻ മന്ത്രിമാരുടെയും മുൻ MLA-മാരുടെയും വസതികളിൽ നിന്നുമാണ് ഈ തുക ഇ കണ്ടെടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ പറഞ്ഞതുപോലെ ഏറ്റവും ഒടുവിൽ സുജിത് ബോസ് അറസ്റ്റിലായതിനെ തുടർന്ന് ഇ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഓഫീസുകളിൽ നിന്ന് കണ്ടെടുത്ത തുക മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് 500-ൻ്റെ നോട്ടുകൾ ഇങ്ങനെ കെട്ടുകളാക്കി അടുക്കി വച്ചിരിക്കുന്നു. നമ്മൾ ലൈബ്രറിയിൽ പുസ്തകങ്ങൾ അലമാരയിലും മറ്റും അടുക്കി വച്ചിരിക്കുന്നത് പോലെ വലിയ ഒരു കാർട്ടണിനുള്ളിൽ ഈ തുക ഇങ്ങനെ അടുക്കി വച്ചിരിക്കുന്നതിൻ്റെ കൃത്യമായ ദൃശ്യങ്ങൾ ഇ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. ഉത്തരേന്ത്യയിലെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇതൊരു വാർത്തയേ അല്ല എന്ന് തോന്നുന്നു. പേരിന് ഒരു വരി വാർത്ത കൊടുത്ത് അവർ വിഷയം അവസാനിപ്പിക്കുകയാണ്. ഇത്രയും വലിയ, നമ്മൾ ജയലളിതയുടെ വസതിയിൽ ഇങ്ങനെ വലിയ തുകയുണ്ട് എന്ന് കേട്ടു. അതുപോലെ മറ്റു പല നേതാക്കളുടെയും വസതികളിൽ ഇത്തരത്തിൽ വലിയ തുകകൾ, ലക്ഷം കോടി രൂപ ശേഖരിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പലതരത്തിലും പല സമയത്തും പല റെയ്ഡുകളിലൂടെ കണ്ടെത്തിയിട്ടുമുണ്ട്. എന്നാൽ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഓഫീസുകളിൽ നിന്നും അതുപോലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ
മുൻ മന്ത്രിമാർ, മുൻ MLA മാർ അവരുടെയൊക്കെ വസതികളിൽ നിന്നും കണ്ടെടുത്ത നോട്ട് കെട്ടുകൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഒരു വാർത്തയെ അല്ല എന്ന് വേണം പറയാൻ. മാത്രമല്ല, മമതാ ബാനർജി ഏറ്റവും വലിയ ആക്ഷേപവും ആരോപണവും ഉന്നയിക്കുന്നത് EDയെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ, BJP മമതയെയും പാർട്ടിയെയും വേട്ടയാടുന്നു, ബംഗാളിനെ നശിപ്പിക്കുന്നു, പൈശാചിക വേട്ട നടക്കുന്നു എന്നാണ് മമത ആരോപിച്ചത്. ആ വാക്കുപോലും നമ്മൾ ശ്രദ്ധിക്കണം. ഇത് സത്യത്തിൽ കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. EDക്ക് പ്രഥമദൃഷ്ട്യാ തെളിവ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോയപ്പോൾ മമതയും കൂട്ടരും അതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു. അവർ ഏതു വിധേനയും അന്വേഷണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം കൊൽക്കത്ത ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതിയിലും അവർ ഹർജികളുമായി ചെന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊൽക്കത്ത ഹൈക്കോടതി തന്നെ ഈ മമതയുടെ ഹർജി തള്ളുകയും തൃണമൂൽ കോൺഗ്രസിൻ്റെ ഹർജി തള്ളുകയും ED അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. പിന്നീട് ആ വിധിയിൽ ഇടപെടണം, ആ വിധി റദ്ദാക്കണം, സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ട് മമത സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും വിജയിച്ചില്ല. സുപ്രീം കോടതിയിലും മമതയ്ക്കും തൃണമൂലിനും പരാജയമാണ് ഉണ്ടായത്. അങ്ങനെ കോടതികളുടെ നിരീക്ഷണത്തിൽ, വാസ്തവത്തിൽ കൊൽക്കത്ത ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കാരണം കൃത്യമായ ഇടവേളകളിൽ ED റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നു. ലഭിക്കുന്ന തെളിവുകൾ, റെയ്ഡിലൂടെ കണ്ടെത്തുന്ന പണത്തിൻ്റെ അളവ് ഒക്കെ കൃത്യമായി കോടതിയെ ധരിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ സ്രോതസ്സ് വെളിപ്പെടുത്താൻ തൃണമൂൽ കോൺഗ്രസിനോ, അതായത് ഈ കണ്ടെടുത്ത പണത്തിൻ്റെ സ്രോതസ്സ്, ഉറവിടം വെളിപ്പെടുത്താൻ തൃണമൂൽ കോൺഗ്രസിനോ മമതയ്ക്കോ അഭിഷേക് ബാനർജിക്കോ മറ്റ് നേതാക്കൾക്കോ കഴിയുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ കോടതിയുടെ നിരീക്ഷണത്തിൽ പുരോഗമിക്കുന്ന അന്വേഷണത്തെക്കുറിച്ചാണ് മമത പൈശാചിക വേട്ട എന്ന് വിശേഷിപ്പിച്ചത്. വാസ്തവത്തിൽ പൈശാചിക വേട്ട ആരാണ് നടത്തിയത്? മമതയും കൂട്ടരും കഴിഞ്ഞ 15 വർഷമായിട്ട് ബംഗാളി ജനതയ്ക്കുമേൽ പൈശാചിക വേട്ട നടത്തുകയായിരുന്നു. അവരുടെ വികസന സ്വപ്നങ്ങൾക്ക്, അവരുടെ ജീവിക്കാനുള്ള അവകാശത്തിന്, സ്വൈരമായി സമാധാനമായി സ്വന്തം നാട്ടിൽ പണിയെടുത്ത് ജീവിക്കാനുള്ള അവരുടെ അവകാശത്തെയാണ് മമതയും കൂട്ടരും വേട്ടയാടിയത് എന്ന് നാം മറന്നുകൂടാ. എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ ഇവിടെ ഈ BJPയും തൃണമൂലും ഇന്ത്യ മുന്നണിയും കോൺഗ്രസും ഒന്നുമല്ല വിഷയം. ഇവിടെ വളരെ കൃത്യമായിട്ട് കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണമായതുകൊണ്ട് തന്നെ നമുക്ക് EDയെ വിശ്വസിക്കാം. മാത്രമല്ല, ED കണ്ടെടുത്ത ഈ പണം, ഈ വലിയ അളവിൽ ഉള്ള ഈ പണം, 100 കണക്കിന് കോടി രൂപയുടെ പണം, അത് ഇപ്പോൾ ED അതിൻ്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയും മാധ്യമങ്ങളിലൂടെ അത് പുറം ലോകത്ത് എത്തുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ EDയെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. വളരെ കൃത്യമായിട്ട് ഈ 15 വർഷം കൊണ്ട് മമതയും തൃണമൂലും, ആ തൃണമൂൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളും മുതിർന്ന മന്ത്രിമാരും MLAമാരും ഒക്കെ ചെയ്തു കൂട്ടിയ അഴിമതി അത് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. വെറുതെയല്ല അവിടെ BJPക്ക് 207 സീറ്റുകൾ ലഭിച്ചത്. അതിന് കാരണം മമതയുടെ ഈ പിടിപ്പുകെട്ട അഴിമതി നിറഞ്ഞ ദുർഭരണമാണ് എന്ന് വ്യക്തമാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. മമതയുടെ ഈ ഓഫീസുകളും മറ്റും റെയ്ഡ് ചെയ്യാൻ ചെന്ന EDയെ മമത തന്നെ നേരിട്ട് വന്ന് തടസ്സപ്പെടുത്തിയത് എന്തിനാണ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. മമതയുടെ PR വർക്കുകൾ ചെയ്യുന്ന ഐപാക് എന്ന കമ്പനിയുടെ ഓഫീസും അതിൻ്റെ CEO വസതിയുമാണ് ED റെയ്ഡ് ചെയ്യാൻ ചെന്നത്. എന്നാൽ മമത ബംഗാളിലെ ചീഫ് സെക്രട്ടറിയെയും കൊൽക്കത്തയിലെ പോലീസ് കമ്മീഷണറെയും കൂട്ടി അവിടെ എത്തി EDയുടെ നടപടി തടസ്സപ്പെടുത്തുകയും EDയെ ഭീഷണിപ്പെടുത്തുകയും EDയെ അവിടുന്ന് ഓടിക്കുകയും ചെയ്യുകയായിരുന്നു. ആ കേസിലും സുപ്രീം കോടതിയിൽ നിന്ന് EDക്ക് അനുകൂലമായ നിലപാടാണ് ഉണ്ടായത്. അന്വേഷണം തടയാൻ വന്ന മമതയെ ജനാധിപത്യത്തിൻ്റെ മരണമണി മുഴക്കുന്ന നേതാവായിട്ടാണ് സുപ്രീം കോടതി വിശേഷിപ്പിച്ചതെന്നുകൂടി നാം മറന്നു പോകരുത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. 1300 കോടി 700 കോടി ഒക്കെയാണ് സർക്കാർ ഖജനാവിന് നഷ്ടം വരുത്തി വച്ചിരിക്കുന്നത്. ഈ കേസുകളിലെല്ലാം യഥാർത്ഥ കുറ്റവാളികൾ, അതായത് ഈ അഴിമതിയെല്ലാം നടത്തിയത് ആരാണോ അല്ലെങ്കിൽ ആരുടെ പിൻബലത്തിലാണോ
ആരുടെ തണലിലാണോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ആ ഉത്തരം കൂടി ലഭിച്ചു കഴിയുമ്പോൾ മമതാ ബാനർജിയുടെയും മരുമകൻ അഭിഷേക് ബാനർജിയുടെയും അയാളുടെ ഭാര്യയുടെയും മുതിർന്ന തൃണമൂൽ കോൺഗ്രസ് മന്ത്രിമാരുടെയും നേതാക്കളുടെയും MLA-മാരുടെയും ഒക്കെ വാസം നേരെ ജയിലിലേക്ക് മാറ്റേണ്ടി വരുമോ എന്ന ചോദ്യവും കൂടി ഇവിടെ ഉയരുന്നുണ്ട്.